ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഖിലാഫത്ത് മൂവ്മെന്റ്. So during the First World War, Turkey joined the Central Powers against Britain. The sympathy of Indian Muslims who regarded the Sultan of Turkey as their spiritual leader of or Khalifa was naturally with Turkey. അപ്പോൾ തുർക്കി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെതിരെയാണ്, ഓട്ടോമൻ എംപയർ അതായത് തുർക്കി ബ്രിട്ടനെതിരെയാണ് യുദ്ധം ചെയ്തത്. After the war with defeat of Turkey, the Allied powers removed Khalifa from power, in which Turkey, which aggrieved the Indian Muslims against the British government. Hence, the Muslims started the Khilafat movement in India for the resumption of Khalifa's position. അപ്പോൾ യുദ്ധത്തിന് ശേഷം ഖലീഫയെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിംസ് ഖിലാഫത്ത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന ആസദ് ആൻഡ് ഹസ്രത് മൊഹാനി ടു ഓർഗനൈസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ. The main objective of the Khilafat movement was to force the British government to change its attitude towards Turkey and to restore the Sultan, the Turkic Sultan. അപ്പോൾ തുർക്കിയിലെ സുൽത്താൻ അല്ലെങ്കിൽ ഖലീഫയെ അദ്ദേഹത്തിന്റെ പഴയ പ്രൗഢിയോടുകൂടി അതേ സ്ഥാനത്ത് അവരോധിക്കണമെന്നാണ് ഈ ഖിലാഫത്തുകാർ ആവശ്യപ്പെട്ടിരുന്നത്. October 17, 1990 was observed as Khilafat Day when the Hindus along with Muslims took part in fasting observed ഹർത്താൽ ഓൺ ദാറ്റ് ഡേ. അപ്പോൾ അന്നൊരു ഹർത്താൽ ആചരിച്ചു, ഫാസ്റ്റിംഗ് നടത്തി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതിലൊരുമിച്ച് പങ്കുചേർന്നു. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് ഡൽഹി ഓൺ November 23, 1919 വിത്ത് ഗാന്ധി ആസ് ഹിസ് പ്രസിഡന്റ്. ഗാന്ധി പ്രസിഡന്റ് ആയിട്ട് 1919 നവംബർ 23 ഒരു ഖിലാഫത്ത് കോൺഫറൻസ് നടന്നു ഡൽഹിയിൽ. And the conference resolved to withdraw all cooperation from the government if the Khilafat demands were not met. And Congress leaders like Lokmanya Tilak and Mahatma Gandhi viewed the Khilafat movement as an opportunity to bring about Hindu-Muslim unity against British. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം രൂപപ്പെടുത്തി കൊണ്ടുവരാൻ ഖിലാഫത്ത് മൂവ്മെന്റിന് കഴിയുമെന്നാണ് ഗാന്ധിജിയും അതുപോലെ തന്നെ തിലക്കും വിചാരിച്ചിരുന്നത്. A joint Hindu-Muslim deputation met the Viceroy on Khilafat issue but failed to yield any result. The Central Khilafat Committee met at Allahabad from the 1st to 3rd June 1920, which was attended by a number of Congress leaders. In this meeting, a program of non-cooperation towards the government was declared. It was to include boycott of tiles. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാവും, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ്തവത്തിൽ തുടങ്ങുന്നത് ഖിലാഫത്തുകാരാണ്. അവർ തുടങ്ങാൻ അനുവാദം കോൺഗ്രസ് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങി വെക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ബോയ്ക്കോട്ട് ഓഫ് ടൈറ്റിൽസ് offered by the government, boycott of civil services, army and police, and non-payment of taxes to the government. ഇതൊക്കെ ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു. ഈ ടൈറ്റിൽസ്, ഗവൺമെന്റ് തന്നിട്ടുള്ള ടൈറ്റിൽസ് വേണ്ടെന്ന് വെക്കുക, സിവിൽ സർവീസിനും ബോയ്ക്കോട്ട് ചെയ്യുക, പോലീസും അതുപോലെ തന്നെ ആർമി പോലെയുള്ള ജോലികൾ റിസൈൻ ചെയ്യുക, നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ദ ഗവൺമെന്റ്, ടാക്സ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ പിന്നീട് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ കാണുന്നതാണ്. And Gandhi insisted that unless the Punjab and Khilafat wrongs were undone, there was to be non-cooperation with the government. പഞ്ചാബിൽ നടന്ന കാര്യം നമ്മൾ എന്താണ് പഞ്ചാബിൽ നടന്നത്? ജാലിയൻ വാലാബാഗ്. ഖിലാഫത്ത് എന്ന് പറയുന്നത് തുർക്കിയിലെ ഈ പ്രശ്നം. ഇതൊന്നും ഗവൺമെന്റ് പരിഹരിച്ചില്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ശക്തമായിട്ട് തുടരുമെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഇപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ചു കാലം ഖിലാഫത്ത് മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും അതിന് കാര്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. തുർക്കിയിലെ സുൽത്താന് തിരിച്ച് വരികയോ അല്ലെങ്കിൽ ഖിലാഫത്ത് അല്ലെങ്കിൽ ഖലീഫയുടെ സ്ഥാനം തിരിച്ചു വരികയോ ചെയ്യുന്നില്ല. പിന്നെ പതുക്കെ ഖിലാഫത്ത് മൂവ്മെന്റ് പതുക്കെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. The Lahore Congress of 1929 authorized the Working Committee of Congress to launch a program of civil disobedience, and Gandhiji was invested with full powers to launch the civil disobedience movement. അപ്പോൾ സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി ഗാന്ധിജിയെ ചുമതലപ്പെടുത്തുന്നു 1929 ലാഹോർ കോൺഗ്രസിൽ. He gave his ultimatum to Lord Irwin on 31st January 1930.
His ultimatum being ignored, the civil disobedience movement was launched. അങ്ങനെ 1930 ജനുവരി 31-ന് ഗാന്ധിജി അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ഇർവിന് ചില ആവശ്യങ്ങൾ, അദ്ദേഹത്തിന് മുന്നിൽ ചില ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് വയ്ക്കുന്നു. 11 പോയിന്റ്സ്, 11 ആവശ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അത് സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അത് സ്വീകരിക്കാത്ത പക്ഷം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് CDM ആരംഭിക്കുമെന്ന് ഗാന്ധിജി ഉറപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ 11 ഡിമാൻഡ്സ്? To carry forward the mandate given by the Lahore Congress, Gandhi presented 11 demands to the government and gave an ultimatum of January 31st, 1930 to accept or reject these demands. 1930 ജനുവരി 31-നുള്ളിൽ ഈ 11 ആവശ്യങ്ങൾ നിറവേറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതറിയപ്പെടുന്നത് 11 പോയിന്റ്സ് എന്നാണ്, 11 ഡിമാൻഡ്സ് എന്നാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. First one, reduce expenditure on army and civil services by 50%. Introduce total prohibition. അതായത് ആർമിക്കും സിവിൽ സർവീസിനുള്ള ചെലവ് 50% കുറയ്ക്കുക, പകുതിയാക്കി കുറയ്ക്കുക. പ്രൊഹിബിഷൻ കൊണ്ടുവരിക, മദ്യനിരോധനം കൊണ്ടുവരിക. ക്യാരി ഔട്ട് റിഫോംസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, CID ഡിപ്പാർട്ട്മെന്റിലെ റിഫോംസ് കൊണ്ടുവരിക. അത് കുറേ കൂടി പ്രോ പീപ്പിൾ ആക്കി മാറ്റുക. റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ എല്ലാം പിരിച്ചുവിടുക, എല്ലാവരെയും ജയിലിൽ നിന്ന് മോചിതരാക്കുക. ആക്സെപ്റ്റ് പോസ്റ്റൽ റിസർവേഷൻ ബിൽ. പോസ്റ്റൽ റിസർവേഷൻ ബിൽ എന്ന് പറയുന്ന ബില്ല് സ്വീകരിക്കുക. പോസ്റ്റൽ റിസർവേഷൻ ബില്ലിന്റെ ഭാഗമായിട്ട് പോസ്റ്റേജിന്, സ്റ്റാമ്പിന്റെ ഒക്കെ വില കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ബില്ല് പാസ്സാക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. റെഡ്യൂസ് റുപ്പി സ്റ്റേർലിംഗ് എക്സ്ചേഞ്ച് റേഷ്യോ. സ്റ്റേർലിംഗ് റുപ്പി അതായത് ബ്രിട്ടീഷ് കറൻസിയും ഇന്ത്യൻ കറൻസിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേഷ്യോ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു ആവശ്യമായിരുന്നു. ഇൻട്രൊഡ്യൂസ് ടെക്സ്റ്റൈൽ പ്രൊട്ടക്ഷൻ. ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ സംരക്ഷിക്കുന്ന പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. റിസർവ് കോസ്റ്റൽ ഷിപ്പിംഗ് ഫോർ ഇന്ത്യൻസ്. കോസ്റ്റൽ ഷിപ്പ് എന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ഷിപ്പ് ഓണേഴ്സിന് മാത്രമായിട്ട് റിസർവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. റെഡ്യൂസ് ലാൻഡ് റവന്യൂ ബൈ 50%. ഭൂനികുതി 50% ആയിട്ട് കുറയ്ക്കുക. അബോളിഷ് സോൾട്ട് ടാക്സ് ആൻഡ് ഗവൺമെന്റ് സോൾട്ട് മോണോപ്പൊളി. മറ്റൊന്ന്, ഉപ്പ് മുകളിലുള്ള ടാക്സ് അത് ഇല്ലാതെയാക്കുക. മാത്രമല്ല ഉപ്പ് നിർമ്മാണത്തിലെ ഗവൺമെന്റിനുള്ള കുത്തക അവസാനിപ്പിക്കുക. മറ്റുള്ളവർക്ക്, ഇന്ത്യക്കാർക്കും ഉപ്പ് നിർമ്മിക്കാനുള്ള അവകാശം നൽകുക. ഇത്തരം 11 ആവശ്യങ്ങളാണ് ഗാന്ധിജി ഇർവിന് മുന്നിൽ വയ്ക്കുന്നത്. അത് സ്വീകരിക്കാത്ത പക്ഷം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം തുടങ്ങുമെന്നാണ് ഗാന്ധിജി വെല്ലുവിളിച്ചത്. അങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞു, the Congress declared that if the government did not accept a constitution based on the dominion status within a year, it would adopt a Purna Swaraj as its goal. അപ്പൊ നമ്മള് ഇത്രയും കാലം വരെ സ്വരാജ് ആയിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതായത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല, ബ്രിട്ടീഷുകാർക്ക് കീഴിൽ തന്നെ ഇന്ത്യക്കാർക്ക് സ്വയംഭരണം കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ, അതായത് 1930 തന്നെ സ്വരാജ് നൽകിയില്ല എങ്കിൽ പൂർണ്ണ സ്വരാജ് ആയിരിക്കും ഞങ്ങൾ ഇനി ആവശ്യപ്പെടുക, അതിലേക്ക് മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. In 1929, having a meeting with Ramsay MacDonald, the Prime Minister of England, Lord Irwin returned to India and declared that the objective of the British government was to grant India dominion status. But the Prime Minister, under pressure of the conservative leaders, failed to keep his promise. When Gandhiji met Lord Irwin in December 1929, the latter refused to make any commitment regarding dominion status. അപ്പോൾ നേരത്തെ 1929 റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തെ മീറ്റ് ചെയ്തതിനു ശേഷം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ പറഞ്ഞത് ബ്രിട്ടീഷുകാരെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാർക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ കാനഡ, ന്യൂസിലാൻഡ് പോലുള്ള, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് ക്രൗണിന് കീഴിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് സ്വയംഭരണമുണ്ട്, സ്വയംഭരണത്തിനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കാനാണ് താല്പര്യമെന്ന് 1929 തന്നെ ഡിക്ലെയർ ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ്. പക്ഷേ
പതുക്കെ ആ ഒരു പ്രോമിസിൽ നിന്ന് അവർ പിന്നാക്കം പോകുന്നു. അത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങാനുള്ള ഒരു കാരണമാണ്. According to some authors, the main cause of civil disobedience movement was worldwide economic depression during the period 1929-1930. Young leaders of the Congress became impatient for a movement. The revolutionaries were not sitting idle. The organizations of the workers and the peasants gathered strength under organizations of the workers and peasants under the leadership of the communists. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1920-30 എന്ന് പറയുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ, വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷങ്ങളാണ് 1929-30 എന്ന് പറയുന്ന വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എക്കോണമിക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. അത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് കാരണമായി. അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള വിപ്ലവകാരികൾക്ക്, പ്രവർത്തകർക്ക് ഒരു ശക്തമായ ഒരു മൂവ്മെന്റ് തുടങ്ങേണ്ടതിന്റെ താല്പര്യം അവർക്കുണ്ടായിരുന്നു. റെവല്യൂഷണറീസ് ആയിട്ടുള്ള ആളുകളും വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ, എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകളും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ളുടെ കീഴിൽ ഒരുപാട് തൊഴിലാളികളും കർഷകരും ഒക്കെ കൂടുതൽ സംഘടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ഒരു വലിയ മൂവ്മെന്റിനെ കാത്തിരിക്കുകയായിരുന്നു. ഓൾ ദീസ് ഈവൻറ്റ്സ് ലെഡ് ഗാന്ധിജി ടു ഫീൽ ദ നെസസിറ്റി ഓഫ് ലോഞ്ചിങ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇതൊക്കെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്